ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവീക വിടുതൽ എന്ന ചിന്താവിഷയത്തെ ആസ്പദമാക്കി തിരുവചനത്തിൽ നിന്നും പഠിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ തിരുവചന പഠനം എൻ്റെയും നിങ്ങളുടെയും ആത്മീയ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിന് മുഖാന്തരമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ ഈ വചനങ്ങളെ പഠിച്ച് മനസ്സിലാക്കി അനുസരിച്ച് അനുഗ്രഹം പ്രാപിച്ച് ഈ ലോകയാത്ര നമുക്ക് പൂർത്തിയാക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ഈ ഭൂമിയിൽ ജനിച്ചതായ ഓരോ മനുഷ്യരും ഇന്ന് ഈ ഭൂമിയിൽ ആയിരിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ളതായ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നവരാണ്. എല്ലാവരും തങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും ഒരു വിടുതൽ വേണമെന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി ആത്മീയ കാര്യങ്ങളിലും പ്രാർത്ഥനകളിലും ദൈവ തിരുസന്നിധിയിലുമൊക്കെ സമയങ്ങളെ ചെലവഴിക്കുന്നു. മറ്റു ചിലർ മറ്റു മാർഗങ്ങൾ നേടി വിടുതലിന് വേണ്ടിയിട്ട് ഓടി നടക്കുന്നു. എന്നാൽ ദൈവവചനം നമ്മളെ വളരെ ശക്തമായും വ്യക്തമായും പഠിപ്പിക്കുന്നത് 91 സങ്കീർത്തനം 14 വാക്യത്തിൻ്റെ പ്രാരംഭ വാക്യത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു: അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. ഇതൊരു വലിയ ഉറപ്പാണ്, ഇതൊരു വലിയ ധൈര്യമാണ്, ഇതൊരു അഷുറൻസാണ് നമുക്ക് തരുന്നത്. കാരണം എവിടെ വിടുതലുണ്ട് എന്ന് അന്വേഷിച്ച് നടക്കുന്ന മനുഷ്യനോട് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം പറയുകയാണ്: എന്നോട് പറ്റിച്ചേരുവാൻ നിനക്ക് മനസ്സുണ്ട് എങ്കിൽ, എന്നോട് പറ്റിച്ചേർന്ന് ജീവിക്കുവാൻ നിനക്ക് സാധിക്കുന്നുവെങ്കിൽ ഞാൻ നിന്നെ വിടുവിപ്പാൻ മതിയായവനാണ്. അത്യുന്നതനാണ്, സർവശക്തനാണ്, സർവവ്യാപിയാണ്, സർവജ്ഞാനിയാണ്. ആ ദൈവമാണ് നമുക്ക് ഈ ഒരു വലിയ അഷുറൻസ് തരുന്നത്, ഉറപ്പ് തരുന്നത്. നീ എന്നോട് പറ്റിയിരുന്നാൽ പ്രിയ പൈതലെ, നിന്നെ ഞാൻ വിടുവിപ്പാനായിട്ട് മതിയായവനാണ്. എന്നാൽ പ്രിയമുള്ളവരെ, എന്തുകൊണ്ടാണ് പലർക്കും ഈ വാഗ്ദത്തങ്ങൾ നിവൃത്തിയാകാത്തത്? അനേകർ പ്രാർത്ഥിക്കുന്നു, അനേകർ പള്ളികളിൽ പോകുന്നു, അനേക കാര്യങ്ങൾ നേർച്ച കാഴ്ചകൾ അർപ്പിക്കുന്നു. പക്ഷെങ്കിൽ ജീവിതത്തിൽ അവരാഗ്രഹിക്കുന്ന വിടുതൽ ലഭിക്കാത്തത് എന്തുകൊണ്ടാണ്? യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 59 അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ വായിക്കുന്ന ഇപ്രകാരമാണ്: രക്ഷിക്കുവാൻ കഴിയാതെ വണ്ണം ദൈവത്തിൻ്റെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം ദൈവത്തിൻ്റെ ചെവി മന്ദമായിട്ടുമില്ല. പക്ഷെങ്കിൽ അവിടെയുള്ള ഒരു പ്രശ്നം, ദൈവമല്ല നമ്മുടെ വിടുതലിന് തടസ്സമായിട്ട് നിൽക്കുന്നത്, മറിച്ച് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെതായ ചില കുറവ് വശങ്ങളാണ് എന്ന് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അതുതന്നെയാണ് ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. പറ്റിച്ചേരേണ്ടതുപോലെ പറ്റിച്ചേരാത്തത് കൊണ്ട് നമുക്ക് വിടുതൽ ലഭിക്കുന്നില്ല. എന്താണ് ഈ പറ്റിച്ചേരൽ? ഈ പറ്റിച്ചേരലിനെ പറ്റി നമ്മൾ വേദപുസ്തകത്തിലൂടെ പഠിക്കുമ്പോൾ ഇതൊരു സ്നേഹബന്ധത്തെയാണ് കാണുവാനായിട്ട് കഴിയുന്നത്. കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് ഒരു താൽക്കാലികമായ പറ്റിച്ചേരലല്ല ഇവിടെ സംഭവിക്കുന്നത്. ഇന്നത്തേക്കോ നാളത്തേക്കോ വേണ്ടി മാത്രമുള്ളതായ ഒരു താൽക്കാലികമായ വിടുതലിന് വേണ്ടിയിട്ടുമല്ല പറ്റിച്ചേരേണ്ടത്. പിന്നെയോ ഇതൊരു സ്നേഹബന്ധമാണ്. റോമാലേഖനം 8 അധ്യായത്തിൻ്റെ 35 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്: ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്നും നമ്മെ വേർപിരിക്കുന്നത് ആര്? അതൊരു സ്നേഹബന്ധമാണ്, അതൊരു പറ്റിച്ചേരലാണ്, വേർപിരിയാ ബന്ധമാണ്. ഇതൊരു പിരിയാത്ത, ആർക്കും പിരിക്കുവാൻ കഴിയാത്ത ഒരു പറ്റിച്ചേരലാണ്. ആ ഒരു അനുഭവത്തിലേക്ക് വരുന്നവർക്ക് ദൈവം വിടുതൽ നൽകും. വിടുതൽ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അതും 2 തരത്തിലുള്ള വിടുതലാണ് ദൈവം നമുക്ക് തരുന്നത്. ഒന്ന്, ഈ ലോക ജീവിതയാത്രയിലെ കഷ്ടതകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നുമൊക്കെ ദൈവം നമ്മളെ വിടുവിച്ച് സമാധാനത്തോടെ നടത്തുകയും ആ ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തിയാകുമ്പോൾ ഈ കഷ്ടം നിറഞ്ഞ ലോകത്തിൽ നിന്ന് നമ്മളെ വിടുവിച്ച് രോഗവും ദുഃഖവും വേദനയും ഇല്ലാത്തതായ മറ്റൊരു തലത്തിലേക്ക്, നിത്യതയിലേക്ക് നമ്മളെ ചേർക്കുകയും ചെയ്യുന്നതായ ഒരു വിടുതലുമുണ്ട്. ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം ഈ 2 വിടുതലും അവന് ലഭ്യമാകുവാനായിട്ട് അവന് സാധിക്കും. അത് ഈ ദൈവത്തോട് പറ്റിച്ചേരുന്നതിലൂടെയാണ്. ഹാനോക്ക് ദൈവത്തോട് പറ്റിച്ചേർന്ന് നടന്നു. ഹാനോക്കിനെ ദൈവം നിത്യതയിലേക്ക് എടുത്തു. അതേ പ്രിയമുള്ളവരെ,
ഇന്ന് ഞാനും നിങ്ങളുമൊക്കെ വ്യത്യസ്തമായ പ്രശ്നങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും വേദനകളിലൂടെയും രോഗങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് വളരെ ശക്തമായി പറയുന്നത് ഇതാണ്: അല്ലയോ മകനെ, മകളെ, നിനക്ക് എൻ്റെ സ്നേഹത്തിലേക്ക്, ആ ദിവ്യ സ്നേഹത്തിലേക്കൊന്ന് പറ്റിച്ചേരുവാൻ നിനക്ക് സാധിക്കുമോ? പ്രിയമുള്ളവരെ, വിടുതലിന് മുമ്പൊരു പറ്റിച്ചേരൽ ആവശ്യമാണ്. പറ്റിച്ചേരലിന് മുമ്പ് ഒരു വേർപാട് ആവശ്യമാണ്. ഒരു ഇത്തിൽ ചെടിയെ നമ്മൾ നോക്കുമ്പോൾ മരത്തിൽ പറ്റിച്ചേർന്നിരുന്ന് അതിൻ്റെ ജീവിതം നയിക്കുന്നു. ഭൂമിയിൽ നിന്നുമുള്ളതായ ബന്ധങ്ങളൊന്നുമില്ലാതെ പൂർണ്ണമായും ആ മരത്തോട് പറ്റിച്ചേർന്ന് അതിൻ്റേതായ എല്ലാ ആവശ്യങ്ങളും ആ മരത്തിൽ നിന്നാണ് നേടുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ആത്മീയ ജീവിതവും. കർത്താവിനെ അറിയുകയും കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് ഹൃദയത്തിൽ കൈക്കൊണ്ട് ആ ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട് ആ ക്രിസ്തുവിനോട് പറ്റിച്ചേർന്നിരിക്കുമ്പോൾ പിന്നീട് നമ്മൾ വായിക്കുന്നു, ഞാനല്ല, എന്നിൽ ക്രിസ്തുവാണ് ജീവിക്കുന്നത്. ആ ക്രിസ്തുവിൻ്റെ ശക്തിയിലാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ആരൊക്കെ എന്നോട് പറ്റിച്ചേരുന്നുവോ അവരെ ഞാൻ വിടുവിക്കും, വിടുവിപ്പാൻ ഞാൻ സർവശക്തനാണ്. എന്നാൽ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്നതായ, ഈ വചനം ശ്രവിക്കുന്നതായ പ്രിയപ്പെട്ടവരാരെങ്കിലും ജീവിത പ്രശ്നങ്ങളുമായി, പ്രതിസന്ധികളുമായി ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചിട്ടും മറുപടി ലഭിക്കുന്നില്ല, ജീവിതത്തിൽ ഒരു വിടുതലുമില്ല എന്നോർത്ത് ഭാരപ്പെടുന്നുവെങ്കിൽ, പ്രിയമുള്ളവരെ, ഈ പറ്റിച്ചേരൽ സംഭവിച്ചിട്ടുണ്ടോ? ഈ പറ്റിച്ചേരുന്നതിന് തടസ്സമായി ജീവിതത്തിൻ്റെ എന്തെങ്കിലും കുറവുകൾ തടസ്സമായി നിൽക്കുക, എന്നെയും എൻ്റെ ദൈവത്തെയും അകറ്റുന്നതായ, അതിൻ്റെ ഇടിവിൽ നിൽക്കുന്നതായ ഏതെങ്കിലും ബന്ധങ്ങളോ ശക്തികളോ പാപ സ്വഭാവങ്ങളോ അതിന് തടസ്സമാകുന്നുവെങ്കിൽ അതിനെ ഉപേക്ഷിച്ചെങ്കിൽ മാത്രമേ, ഒരു വേർപാട്, ഒരു ശുദ്ധീകരണം സംഭവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് പറ്റിച്ചേരുവാനായിട്ട് കഴിയുകയുള്ളൂ. നമുക്കൊക്കെ അറിയാം, നമ്മളൊരു വസ്തുവിനെ മറ്റൊരു വസ്തുവിലേക്ക് ഒട്ടിക്കുന്നതിന് മുമ്പ്, പറ്റിക്കുന്നതിന് മുമ്പ്, ചേർത്ത് വെക്കുന്നതിന് മുമ്പ് അതിനെ നല്ലവണ്ണം നമ്മൾ ശുദ്ധീകരിക്കുന്നതായ ഒരു പ്രവൃത്തി. ഒരു മൊബൈൽ ഫോണിൻ്റെ ഒരു ഗ്ലാസ്സിലേക്ക് അതിന് സ്ക്രാച്ച് ആകാതിരിക്കുവാനായിട്ട് ഒരു സ്ക്രാച്ച് പ്രൊട്ടക്ടർ വെക്കുന്നത് പോലെ അതിൻ്റെ പ്രതലങ്ങളെ നല്ലവണ്ണം ശുദ്ധീകരിച്ചതിന് ശേഷമാണ്, നല്ലവണ്ണം ക്ലീൻ ചെയ്ത് അല്പം പോലും പൊടിയില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് ഇത് അതിനോട് ഒട്ടിച്ച് ചേർത്ത് വെക്കുന്നത്. ഇതുപോലെയുള്ളതായ ഒരു അനുഭവമാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതവും. അല്പം പോലും പാപത്തിൻ്റെ തരികളില്ലാതെ ദൈവത്തോട് പറ്റിച്ചേർന്നതായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ദൈവിക വിടുതൽ അനുഭവിപ്പാനായിട്ട് കഴിയും എന്ന് ഈ ഒരു ചിന്ത പറഞ്ഞ് ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ. വരും ദിവസങ്ങളിൽ ഇതിൻ്റെ തുടർന്നുള്ള പഠനം എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ശുദ്ധീകരണം ആവശ്യമായി വന്നിരിക്കുന്നത് എന്ന് നമുക്ക് തുറന്നും പഠിക്കാം. എന്നാൽ ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവേ, എനിക്കൊരു വിടുതലിന് ആവശ്യമാണ്. അതിന് തടസ്സമായി നിൽക്കുന്നതായ എൻ്റെ ജീവിതത്തിൻ്റെ കുറവുകളെ പറ്റിച്ചേരേണ്ടതുപോലെ ഞാൻ പറ്റിച്ചേരുവാനുള്ളതായ കൃപ എനിക്ക് നൽകിത്തരണമേ. കർത്താവിനോട് നമുക്ക് അപേക്ഷിക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ.